നമസ്കാരം. ബയോളജിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് മൈക്കോബാക്ടീരിയം അവോണിൻ, സ്റ്റഫൈലോകോക്കസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, സ്ട്രെപ്റ്റോകോക്കസ്. ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മളൊപ്പം പഠിക്കണം. ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രയാണ് ലെപ്രസി ഉണ്ടാക്കുന്നത്. ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ ക്ഷയം അല്ലെങ്കിൽ TB, BCG എന്ന വാക്സിനേഷൻ കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന ട്യൂബർക്കുലോസിസും മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ലെപ്രസി അഥവാ കുഷ്ഠം എന്ന് പറയുന്ന രോഗമാണ്. മിക്കവാറും എല്ലാത്തിന്റെയും പേരിന്റെ തന്നെ അസുഖം നമുക്ക് പഠിക്കാൻ പറ്റും. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷന് കാരണം. The disease that is caused by virus is typhoid, cholera, common cold, malaria. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഡിസീസസിന്റെ കോസേറ്റീവ് ഓർഗാനിസം എപ്പോഴും നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമണല്ല ടൈഫി ആണ്. സാൽമണല്ല ടൈഫി ഉണ്ടാക്കുന്നത്. അപ്പൊ സാൽമണല്ല ടൈഫി എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ബാക്ടീരിയ ആണല്ലേ സാൽമണല്ല ടൈഫി. ഓക്കെ, സാൽമണല്ല ടൈഫി ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ടൈഫോയിഡ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെ വരുന്ന ഒരു രോഗമാണ് അല്ലെ. ഇതിന്റെ ക്ലാസിക്കൽ സാൽമണല്ല ടൈഫി. ഇതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ടൈഫോയിഡ് മേരിയെ കുറിച്ചാണ്. മേരി മാലിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരൊരു കുക്കായിരുന്നു. അവരുണ്ടാക്കിയ ഫുഡിൽ കൂടെ അവർ ഈ ടൈഫോയിഡ് കുറെ കാലത്തേക്ക് സ്പ്രെഡ് ചെയ്തു. അവരെയാണ് ടൈഫോയിഡ് മേരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് കോളറ ഉണ്ടാക്കുന്ന ആരാ? വിബ്രിയോ കോളറെ. അതും എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വിബ്രിയോ കോളറെ. ഓക്കെ, വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഡയേറിയ ഒക്കെ സിംറ്റം ആയി വരുന്ന വിബ്രിയോ കോളറയും വരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെയാണ്. കോമൺ കോൾഡ് ആരാ ഉണ്ടാക്കുന്നത്? കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ വിബ്രിയോ കോളറെ. ഓക്കെ, കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് വൈറസ് ആണ് അല്ലെ. ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സാഴ്സ്, സ്മോൾ പോക്സ്, പോളിയോ, കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയാണ്. ഏത് പ്രോട്ടോസോവയാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലേറിയ ഉണ്ടാക്കുന്നത്. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. കോഡ് എന്ന് പറയുന്നത് MAN നോർക്കാണ്. എം എന്ന് പറയുന്ന മലേറിയ, A എന്ന് പറയുന്നത് അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന മലേറിയ അല്ലെങ്കിൽ മലമ്പനിയുടെ കോസേറ്റീവ് അല്ല വെക്ടർ എന്ന് പറയുന്നത്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വെക്ടർ, കോസേറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം, ഡിസീസ് മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന 2 ഹോസ്റ്റിലാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈജനറ്റിക് പാരസൈറ്റ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസീസ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ് ഉണ്ടാക്കുന്ന രോഗം കോമൺ കോൾഡ് ആണ്. മൂന്നാമത്തെ ചോദ്യം, which of the following disease is caused by the consumption of nitrate contaminated food and water? നൈട്രേറ്റ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നു. നൈട്രേറ്റ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി വരുന്ന അസുഖം ഏതാണ്? ഒന്നാമത്താണ് മീനമാത്ത ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ് എന്താണെന്ന് നോക്കാം. മീനമാത്ത ഡിസീസ് എന്ന് പറഞ്ഞാൽ സിവിയർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ്. മീഥൈൽ മെർക്കുറി പോയ്സണിങ് കൊണ്ട് ഉണ്ടാവുന്ന വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് മീഥൈൽ മെർക്കുറി പോയ്സണിങ് കൊണ്ട് ഉണ്ടാവുന്ന വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് മീനമാത്ത ഡിസീസ്. ജപ്പാനിലെ മീനമാത്തയിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ബോണിനുണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ബ്ലൂ ബേബി സിൻഡ്രോം. ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന ഒക്യുപേഷണൽ ഡിസോർഡർ ആണ്. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നതാണ് നൈട്രജൻ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ് ബ്ലൂ ബേബി സിൻഡ്രോം. നമുക്ക് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. ആ കണ്ടീഷനെ നമ്മൾ ബ്ലൂ ബേബി എന്ന് പറയാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾ കരയാതിരിക്കുമ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ ബ്രീത്തിങ് കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയാൻ പറ്റില്ല. ബ്ലൂ ബേബി കണ്ടീഷൻ, ബ്ലൂ കളർ ആവും. നൈട്രേറ്റ് ആൻഡ് കണ്ടാമിനേഷൻ ഉള്ള വാട്ടർ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനെ നമുക്ക് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസ് ഇസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ്സ്? മൈക്രോട്യൂബ്യൂൾസ്, ന്യൂക്ലിയോലസ്, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ്. നമ്മൾ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കാം. അതല്ല ക്വസ്റ്റ്യൻ, അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും, പ്ലാന്റ് സെൽ എന്ന് പറയുന്നതിനും അനിമൽ സെൽ എന്ന് പറയുന്നതിനും രണ്ട് കൂട്ടർക്കും എന്തുണ്ട്? രണ്ട് കൂട്ടർക്കും സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. പക്ഷെ സെൽ വാൾ എന്ന് പറയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? സെൽ വാൾ ഇസ് പ്രസന്റ് ഇൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽ. അതായത് രണ്ട് അനിമൽ സെൽ ആണെങ്കിൽ ശരി, പ്ലാന്റ് സെൽ ആണെങ്കിൽ ശരി, രണ്ട് കൂട്ടർക്കും സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. ഇൻ അഡീഷൻ ടു സെൽ മെമ്പറൈൻ, സെൽ വാൾ ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ, സെൽ വാൾ ഇസ് ആബ്സെന്റ് ഇൻ അനിമൽ സെൽ. ലൈസോസോം വളരെ റെയർ ആയിട്ടാണ് പ്ലാന്റ് സെല്ലിൽ കാണുക. ലൈസോസോംസ് ഉണ്ട് അനിമൽ സെല്ലില്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിഡ്സ് കാണുന്നത്, ഇപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ പോലത്തെ പ്ലാസ്റ്റിഡ്സ് കാണുന്ന പ്ലാന്റ് സെല്ലിലാണ്. പ്ലാസ്റ്റിഡ്സ് ഇല്ലാതിരിക്കുന്ന അനിമൽ സെല്ലിലാണ്. ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ന്യൂക്ലിയസ്, ഒരു വലിയ ലാർജ് വാക്യൂൾ ആണ് ഇവിടെ പ്ലാന്റ് സെല്ലുള്ളത്. വലിയൊരു വാക്യൂൾ ആയതുകൊണ്ട് തന്നെ അത് ന്യൂക്ലിയസിനെ തള്ളി ഒരു സൈഡിലാക്കും. അപ്പൊ ന്യൂക്ലിയസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് വൺ സൈഡ് ഓഫ് ദ സെൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സിംഗിൾ ലാർജ് വാക്യൂൾ. വലിയൊരു ഒറ്റ വാക്യൂള് കാണുന്നുണ്ട്. ആ ഒറ്റ വാക്യൂള് ന്യൂക്ലിയസിനെ ഒരു സൈഡിലേക്ക് തള്ളി നിൽക്കും. പക്ഷെ വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് അനിമൽ സെല്ലില്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് എവിടെയാണ്? സെന്ററിലാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുണ്ടാകുന്ന തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഒന്ന്, സെൽ വാൾ ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ, സെൽ വാൾ ഇസ് ആബ്സെന്റ് ഇൻ അനിമൽ സെൽ. Nucleus is located at one side of the cell due to the presence of a single large vacuole in plant cell. Nucleus is located at the center of the cell because vacuoles are small and numerous. Lysosomes are rarely present in plant cell. Lysosomes are present in animal cell. അതുപോലെ plastids are present in plant cell. Plastids are absent in animal cell. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുമ്പോൾ, ഒരു സെല്ല് എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം പോലെയാണ്. അപ്പൊ ഒരു വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുള്ളത് പോലെ ഒരു സെല്ലിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. സെൽ ഓർഗനൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയസിനെയാണ് സെൽ സെന്റർ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ദ സെൽ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദ സെൽ എന്നൊക്കെ പറയുന്നത്. മെംബ്രെയിൻ രണ്ടിടത്തും കാണാം. അടുത്ത റൈബോസോം. റൈബോസോം എന്ന് പറയുന്ന സാധനമാണ്, റൈബോസോമാണ് പ്രോട്ടീൻ സിന്തസിന് സഹായിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിന് റൈബോസോം സഹായിക്കുന്നതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി എന്നാണ് റൈബോസോമിനെ അറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയയിലാണ് സെല്ലിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മൈറ്റോകോൺട്രിയ എന്ത് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. ഈ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ എനർജി ആക്കി വെക്കുന്നത് ATPയുടെ ഫോമിലാണ്. ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റിനെയാണ് യൂണിവേഴ്സൽ എനർജി കറൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ ഈസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ്സ്? സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ ലൈസോസോംസിനെയാണ്. ലൈസോസോംസ് ആണ് അതിന്റെ അടുത്തേക്ക് വരുന്ന സാധനങ്ങളെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അത് എൻഗൾഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് നടത്തി സ്വയം നശിച്ചിട്ടാണെങ്കിലും ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ലൈസോസോമിനെ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത്. Which one of the following is the smallest endocrine gland in the human body? Adrenal gland, thyroid gland, pineal gland, pancreas. നമുക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ആണ് അല്ലെ. തൈറോയ്ഡ് ആണ് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. തൈറോയ്ഡ് എവിടെയാണ്? തൈറോയ്ഡ് ഈസ് പ്രസന്റ് ഇൻ ദ നെക്ക് ഓൺ either side of the trachea. ട്രക്കിയയുടെ ഇരുവശത്തുമായിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്നത്. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് നെക്കില് ട്രക്കിയയുടെ ഇരുവശത്തുമായി കാണുന്നതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് നമുക്കറിയാം, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അടുത്ത ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? സുപ്രാറീനൽസ് എന്നാണ് വിളിക്കുക. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് എപ്പോഴും കാണുന്നത്, റീനൽ എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നി. സുപ്രാറീനൽ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ടു ദ കിഡ്നി. അപ്പൊ കിഡ്നിയുടെ മുകളില് ഹാറ്റ് ഷേപ്പിൽ കാണുന്ന, തൊപ്പിയുടെ ആകൃതിയിൽ കാണുന്നതാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, ഇനി അടുത്ത ഗ്ലാൻഡ് ഏതാ? അടുത്ത ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആയി. അടുത്ത ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിനിന്റെ ഡോസൽ സൈഡിലാണ് പീനിയൽ ഗ്ലാൻഡ് കാണുന്നത്. പീനിയൽ ഗ്ലാൻഡ് സെക്രീഷനാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ. ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ഡോസൽ സൈഡ് ഓഫ് ദ ഫോർ ബ്രെയിൻ.
ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ 24-hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിള്, ബോഡി ടെമ്പറേച്ചർ, ഇത് മെറ്റബോളിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, പിഗ്മെന്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും, മെൻസ്ട്രൽ സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഡിഫൻസ് കേപ്പബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. പീനിയൽ ഗ്ലാൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24-hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പീനിയൽ ഗ്ലാൻഡ് എന്ത് വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കും. ആ പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയുടെ സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. പാൻക്രിയാസില് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കുന്ന ഭാഗമാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ്, ബീറ്റ സെൽസ്. ആൽഫ സെൽസ് ഗ്ലൂക്കോൺ സെക്രീറ്റ് ചെയ്യും, ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ മാത്രമാണോ? അല്ല. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോക്രൈൻ പാർട്ടും കൂടെ പാൻക്രിയാസിലുണ്ട്. സോ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. Which one of the following is the smallest endocrine gland in the body? മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്ന ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയുന്ന പീനിയൽ ഗ്ലാൻഡ് ആണ് ബയോളജിക്കൽ ക്ലോക്ക് ആണ് പീനിയൽ ഗ്ലാൻഡ്. അതാണ് സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ് വരുന്ന ക്വസ്റ്റ്യനിലായിട്ട് ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിക്കും. Fat soluble vitamins are tocopherol, niacin, cyanocobalamin, calciferol, carotene, tocopherol, ascorbic acid, calciferol, riboflavin, thiamine, carotene, അതുപോലെ ബയോട്ടിൻ. ഇതിനകത്ത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത്, ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? കേടാണ് അല്ലെ. അപ്പൊ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ കേടാണ്. അപ്പൊ ഫാറ്റ് എന്ന് പറയുന്നത് കൊഴുപ്പ് നമുക്ക് എപ്പോഴും കേടാണ്. അപ്പൊ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് WBC എന്ന് നമ്മൾ പറയും. വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് ബിയും സിയും. അപ്പൊ ADEK ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയുന്നത് വൈറ്റമിൻ എ ഇസ് നോൺ ആസ് റെറ്റിനോൾ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് ചോദിക്കുന്നത്. വൈറ്റമിൻ എ ഇസ് നോൺ ആസ് റെറ്റിനോൾ. ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ബി ഒഴിവാക്കാം. തൈമിൻ എന്ന് പറയുന്ന ബി ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാം. അതല്ല ഓപ്ഷൻ. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് സി ആണ്. അതിനെ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ടോക്കോഫെറോൾ, നിയാസിൻ, സൈനോകോബാലമിൻ ഉണ്ട്, കാൽസിഫെറോൾ, കരോട്ടിൻ, ടോക്കോഫെറോൾ ഉണ്ട്. ഇതിൽ ഏതാണ് ആൻസർ? ടോക്കോഫെറോൾ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ടോക്കോഫെറോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. അതായത് വൈറ്റമിൻ ഇ ആണ്. ടോക്കോഫെറോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. അതായത് A is known as retinol, B is known as thiamine, B1 is known as thiamine, C is known as ascorbic acid, D is known as calciferol, E is known as tocopherol, and K is known as phylloquinone. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഓരോന്നോരോന്നെ ഒഴിവാക്കാണ്. ഓപ്ഷൻ ഒഴിവാക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. നമ്മള് 3ഉം 4ഉം ഒഴിവാക്കി. 3 ഒഴിവാക്കാൻ കാരണം അതിനകത്ത് വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് ഉണ്ട്. 4 ഒഴിവാക്കാൻ കാരണം അതിനകത്ത് വൈറ്റമിൻ ബി ആയ തൈമിൻ ഉണ്ട്. ഇനി ഓപ്ഷൻ എ നോക്കിയാൽ നമുക്കറിയാം. ഓപ്ഷൻ എയില് നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി ആണ്. അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്തിയെടുക്കാൻ പറ്റും. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ 4 വൈറ്റമിനുകളാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. വൈറ്റമിൻ ബിയും സിയും ആണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ. The deficiency of iodine leads to hyperthyroidism, goiter, midgut, diabetes. അപ്പൊ എന്താണ് ഈ അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ നെക്കില് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ട്രക്കിയയുടെ 2 വശത്തുമായിട്ടാണ് കാണുന്നത്. ഈ തൈറോയിഡിൽ കാണുന്ന ഫോളിക്കിൾ സെൽസ് ഉണ്ട്. ഈ ഫോളിക്കിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് T3യും T4. T3 and T4 ട്രൈ അയഡോതൈറോണിൻ, ടെട്രാ അയഡോതൈറോണിൻ, ആൻഡ് ടെട്രാ അയഡോതൈറോണിൻ. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണുന്ന ഫോളിക്കിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ടെട്രാ അയഡോതൈറോണിൻ അല്ലെങ്കിൽ തൈറോക്സിൻ.
ട്രൈ അയഡോ തൈറോയിഡിൻ. ഇത് രണ്ടിനും എന്ത് വേണം? രണ്ടിനും വേണ്ടത് അയഡിൻ ആണ്. ട്രൈ അയഡോ തൈറോയിഡിൻ, ടെട്രാ അയഡോ തൈറോയിഡിൻ. ടെട്രാ അയഡോ തൈറോയിഡിനെയാണ് നമ്മൾ തൈറോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൈറോക്സിൻ. തൈറോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അയഡിൻ വളരെ അത്യാവശ്യമാണ്. നോർമൽ ആയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് അവരുടെ ഹോർമോൺ സെക്രേറ്റ് ചെയ്യണമെങ്കിൽ അയഡിൻ വേണം. അയഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ കുറവുണ്ടാവും. ഹൈപ്പോ എന്ന വാക്കിന്റെ അർത്ഥം കുറവെന്നും ഹൈപ്പർ എന്ന വാക്കിന്റെ അർത്ഥം കൂടുതലെന്നുമാണ്. അപ്പൊ ഹൈപ്പോ കണ്ടീഷൻ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്. ഓക്കെ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഓക്കെ, അപ്പൊ ഹൈപ്പോ കണ്ടീഷൻ ഉണ്ടാക്കും. ഹൈപ്പോ കണ്ടീഷൻ ഉണ്ടാക്കി കുറവുണ്ടാക്കും. തൈറോയ്ഡ് അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് നന്നായി വർക്ക് ചെയ്യും. നന്നായി വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്യും, വീർക്കും. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഗോയിറ്റർ. അപ്പൊ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു ഗോയിറ്റർ. ഉണ്ടോ? സ്വെല്ലിംഗ് ആണ് ഉണ്ടാവുന്നത്. എൻലാർജ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്? അയഡിന്റെ കുറവുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് നന്നായി വർക്ക് ചെയ്യും. നന്നായി വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്യുന്നതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ദ ലൈഫ് സ്പാൻ ഓഫ് RBC ഓഫ് മാൻ ഈസ്, മനുഷ്യന്റെ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസമാണ് മനുഷ്യന്റെ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, 120 days ആണ് അതിന്റെ ലൈഫ് സ്പാൻ. ഓക്കെ, RBC എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് കോർപ്പസൽസ്. റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഏകദേശം 4.5 to 5.5 മില്യൺ ആണ് 100 ml ഓഫ് ബ്ലഡിൽ കാണുന്ന RBCയുടെ അളവെന്ന് പറയുന്നത്. ഈ RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഒന്നോ ഓക്സിജനെ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുക. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ റെസ്പിറേറ്ററി ഗ്യാസ് ആയ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യുക എന്നുള്ളതാണ് RBCയുടെ ഫംഗ്ഷൻ. RBCയുടെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 days. ബട്ട് റെസ്പിറേറ്ററി ഗ്യാസിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് RBCയുടെ ഫംഗ്ഷൻ. RBCs are red in color due to the presence of hemoglobin. ഹീമോഗ്ലോബിന്റെ പ്രസൻസ് കൊണ്ടാണ് RBC റെഡ് കളറിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡി കാണുന്ന RBC എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. ഇവരുടെ കളർ റെഡ് ആവാൻ കാരണം അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ്. RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. RBC നിങ്ങൾക്ക് കാണാം അല്ലെ? ഹീമോഗ്ലോബിൻ ഹാസ് ഹയസ്റ്റ് അഫിനിറ്റി ഫോർ കാർബൺ മോണോക്സൈഡ്. ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോടാണ് അഫിനിറ്റി കൂടുതൽ. ഹീമോഗ്ലോബിന്റെ പണി എന്ന് പറഞ്ഞാൽ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഓക്സിജനേക്കാളും 200 ഇരട്ടി ഇഷ്ടം കൂടുതലാണ് ഈ കാർബൺ മോണോക്സൈഡിനോട്. അപ്പൊ കാർബൺ മോണോക്സൈഡിനെ കണ്ടു കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡിന്റെ കൂടെ പോകും. ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിന്റെ കൂടെ പോകും. ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനോടെ പോകുന്നതുകൊണ്ട് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു വരും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നോക്കിയപ്പോൾ പെട്ടെന്ന് മാർക്ക് ചെയ്താണ് കാർബൺ മോണോക്സൈഡ് ആണ്. ഞാൻ എഴുതിയത് കറക്റ്റ് ആണ്. കാർബൺ മോണോക്സൈഡിനാണ് ഓക്സിജനോടുള്ളതിനേക്കാളും 200 ഇരട്ടി ഇഷ്ടം കൂടുതലാണ് കാർബൺ മോണോക്സൈഡിനോടുള്ളത്. അപ്പൊ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡും ഓക്സിജനും കൂടെ നിന്നാൽ കാർബൺ മോണോക്സൈഡിനോട് പോകും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കാൻ കാർബൺ മോണോക്സൈഡിന് സാധിക്കും. കാർബൺ മോണോക്സൈഡ് ആണ് വെഹിക്കിൾസിൽ നിന്നും അതുപോലെ ഫാക്ടറിയിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പുകയിൽ കാണുന്നത്. Which of the following is known as the graveyard of RBC? നമ്മുടെ RBCയുടെ ഗ്രേവിയാർഡ് എന്ന് പറയുന്നത്. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? RBC ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days അല്ലെ? 120 days കഴിഞ്ഞാൽ RBCs എന്താവും? RBCs ബേൺ ഔട്ട് അല്ലെങ്കിൽ ഡെഡ് ആവും. ബേൺ ഔട്ട് അല്ലെങ്കിൽ ഡെഡ് ആവുന്ന RBCസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സ്ഥലമാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീൻ ഈസ് നോൺ ആസ് ദ ഗ്രേവിയാർഡ് ഓഫ് RBC. അതേസമയം സ്പ്ലീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹെമറേജ് എന്ന് പറയുന്നത് ബ്ലീഡിങ്. ആ ഹെമറേജ് ഉണ്ടാവുന്ന സമയത്ത് ബ്ലഡിന്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആരാണ്? സ്പ്ലീൻ. സോ സ്പ്ലീൻ ഈസ് നോൺ ആസ് ദ ബ്ലഡ് ബാങ്ക് ഓഫ് ദ ബോഡി ആൻഡ് സ്പ്ലീൻ ഈസ് നോൺ ആസ് ദ ഗ്രേവിയാർഡ് ഓഫ് RBC. രണ്ട് സ്പ്ലീൻ തന്നെയാണ്.
ഇതാണ് സ്പ്ലീനിന്റെ അനാട്ടമി. അനാട്ടമി ഒന്നും പഠിക്കേണ്ട, സ്പ്ലീൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആൻ ഓർഗാനിസം വിച്ച് ക്യാൻ മോണിറ്റർ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? നമുക്കറിയാം എയർ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ലൈക്കൺസ് ആണ്. ലൈക്കൺസ്, ലിറ്റ്മസ് പേപ്പർ ലൈക്കൺ എന്നാണ് ഉണ്ടാവുന്നത്. ലൈക്കൺസിനെയാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ബയോളജിക്കൽ, അതായത് രണ്ടാൾക്കാരാണ് ഈ ലൈക്കൺസിൽ കാണുന്നത്. ഒന്ന് ആൽഗയും ഒന്ന് ഫംഗയും. അപ്പൊ ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണറും കൂടെ ചേർന്നതാണ് നമ്മുടെ ലൈക്കൺ എന്ന് പറയുന്നത്. ആൽഗൽ പാർട്ട്ണറിനെയാണ് ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കുന്നത്. ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണറും ഉണ്ട് നമ്മുടെ ലൈക്കണില്. ആൽഗൽ പാർട്ട്ണറിനെ ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കുമ്പോ ഫംഗൽ പാർട്ട്ണറിനെ മൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണറും ചേർന്ന ഒരു അസോസിയേഷൻ ആണ് നമ്മുടെ ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണറും കൂടെ ചേർന്ന ഒരു അസോസിയേഷൻ ആണ് നമ്മുടെ ലൈക്കൺ എന്ന് പറയുന്നത് അല്ലെ. ലൈക്കൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. അതായത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഹെൽത്ത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് അവിടെ നടക്കുന്ന പൊല്യൂഷൻ ഉണ്ടോ പൊല്യൂഷൻ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് അത് സഹായിക്കും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ലൈക്കൺസിനെ എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതിനെ കുറിച്ച് അറിയാനായിട്ടാണ് നമുക്ക് ഈ ലൈക്കൻസിനെ സാധാരണ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഈ ലൈക്കൻസിന് എയർ പൊല്യൂഷൻ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. അതായത് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. മോണിറ്റർ ചെയ്യാനായിട്ട് ലൈക്കൻസിനെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കണക്കാക്കാറുണ്ട്. കാരണം ലൈക്കൻസ് എയർ പൊല്യൂഷൻ മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. സോ an organism which monitor air pollution are lichens. ലൈക്കൻസിൽ ആൽഗൽ പാർട്ട്ണർ ഉണ്ട്, ഫംഗൽ പാർട്ട്ണർ ഉണ്ട്. ആൽഗൽ പാർട്ട്ണറിനെ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ട്ണറിനെ മൈക്കോബയോണ്ട് എന്നും പറയും. ഇതാണ് ലൈക്കൻസ്. Laws of heredity was put forward by Mendeleev, Pavlov, Koch. ആരാണ്? ജോൺ ഗ്രിഗർ മെൻഡൽ is the father of genetics. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് ഗാർഡൻ പീ പ്ലാന്റിലാണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് ഗാർഡൻ പീ പ്ലാന്റിലാണ്. പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്? പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം പൈസം സറ്റേവം. പൈസം സറ്റേവം എന്ന് പറയുന്ന ഗാർഡൻ പീ പ്ലാന്റിലാണ് മെൻഡല് എന്ത് ചെയ്തത്? മെൻഡലിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത്. ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റേവം. ഓക്കെ അല്ലേ? അപ്പൊ ലോസ് ഓഫ് ഹെറിഡിറ്റി, അദ്ദേഹം ഈ പൈസം സറ്റേവത്തിൽ നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 3 ലോസ് ഉണ്ടാക്കി. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ലോസ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ലോസ് ഓഫ് ഡോമിനൻസ് ജോൺ ഗ്രിഗർ മെൻഡലിനെയാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഗാർഡൻ പീ പ്ലാന്റിലാണ് ചെയ്തത്. ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റേവം. അദ്ദേഹത്തിന്റെ ലോസ് ആണ് ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് independent assortment. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് മെന്റലിന്റെ 3 ലോസിനെയാണ് ലോ ഓഫ് ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ ലോസ് ഓഫ് ഹെറിഡിറ്റി ആരാ പറഞ്ഞത്? മെന്റലാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിത് 12 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ 12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളൊക്കെ പറയുകയുണ്ടായി. ക്ലാസ്സുകൾ ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.